ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ്, അവിടെയുള്ള ഒരാളോട് ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചത്. സവാളയുള്ളി ഒരെണ്ണം ഒരു മീഡിയം സൈസ് സവാളയുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലെ പകുതി നമ്മൾ ലാസ്റ്റിൽ കടുക് വറക്കാനായിട്ട്, കടുകല്ല ഒന്ന് വറുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് ഇടത്തരം പുളിയുള്ള ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഈ നീളത്തിലരിഞ്ഞത്. പിന്നീട് വെളിച്ചെണ്ണ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിലരിഞ്ഞത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കല്ലുപ്പ്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി കൊച്ചുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഇഞ്ചിയൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്, സവാള ഉള്ളിയുടെയൊക്കെ. അപ്പം അതൊരു ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ മാങ്ങ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓണാക്കി അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഞാനിത് ഉള്ളി വേകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെച്ചത്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാല് മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചൊഴിക്കാനായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത ആ കല്ലുപ്പ് മാത്രമേ ഉള്ളൂ, പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ താളിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്.
താങ്ക്സ് ഫോർ വാച്ചിങ്.